നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 306-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കലാകാരനും ഡാൻസറുമൊക്കെയായ ശ്രീ സന്തോഷ് ഏജിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് FB-യിലൂടെയാണ്. ദുബായിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ധമരു എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കിയുണ്ടായി. അങ്ങനെ ഇദ്ദേഹവുമായി ഇതേക്കുറിച്ച് പലതവണ ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നുവെച്ചാൽ നമ്മുടെ കലാരൂപങ്ങൾ ഭരതനാട്യവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കഥകളിയും മണിപ്പൂരിയും കഥക്കും അങ്ങനെ നിരവധി ഡാൻസുകളെക്കുറിച്ചിട്ട് അത് നമ്മളിലുണ്ടാക്കുന്ന മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ച് ഇതെല്ലാമൊക്കെ ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റെല്ലാം എഴുതിയ ശേഷമാണ് ഇദ്ദേഹവുമായി നിരന്തരം ഫോണിലൂടെയും മെസ്സേജിലൂടെയും സംസാരിക്കാൻ തുടങ്ങിയത്. വളരെ വിനയവും കാലിക പ്രാധാന്യത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചുമൊക്കെ അവഗാഹജ്ഞാനമുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ. അതിശയമെന്ന് പറയട്ടെ, അദ്ദേഹം ശരിക്കും ഒരു സിവിൽ എഞ്ചിനീയറാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കാതെ ഇപ്പോൾ അധ്യാപകനായി ഇരിഞ്ഞാലക്കുടയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായ നാട്യഗ്രഹവും ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും കേരള നടനത്തിലും ഒക്കെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച സന്തോഷ് ഏജിയെ ഞാൻ നേരിൽ കാണുന്ന ഒരു അവധിക്കാലത്ത് അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ട്രിവാൻഡ്രത്തെത്തുകയും തമ്പാനൂരിലെ അമ്മ എന്ന ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അന്ന് അദ്ദേഹവുമായി ഈ സബ്ജക്റ്റിനെക്കുറിച്ചും നാട്യത്തെക്കുറിച്ചും ഒരു 6-7 മണിക്കൂർ ഞങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വേറെ, എൻ്റെ കാഴ്ചപ്പാടുകൾ വേറെ. പക്ഷേ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും എന്നെ കാണാനും ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തെത്തുകയും 2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കഥകളിയുടെ സീൻസ് കുട്ടനാട്ടിൽ വെച്ച് എടുക്കാം എന്നുള്ള തീരുമാനം, അങ്ങനെ ഒരു ചെറിയ ചിത്രമാണെങ്കിൽ പോലും അതേക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും സ്ക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എൻ്റേത്. അപ്പോൾ ഞാനിങ്ങനെ ആകർഷിതം എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ദുബായിൽ വെച്ച് ചെയ്യുകയുണ്ടായി, ഹിന്ദിയിൽ. അതുപോലെ തന്നെ മറന്നു നീയൻ എന്ന് പറഞ്ഞൊരു ഹ്രസ്വചിത്രം മലയാളത്തിൽ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു 6-7 ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററിയൊക്കെ ചെയ്ത ആ പരിചയത്തിൻ്റെ പുറത്ത് ഒരു പുതിയ രീതിയിലൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്ന് കരുതി സ്ക്രിപ്റ്റെല്ലാം റെഡിയാക്കി ഇദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഒരിടവും എത്താത്ത രീതിയിൽ മടങ്ങേണ്ടി വന്നു. കാരണം സംവിധായകൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടും കൊറിയോഗ്രാഫറുടെ കാഴ്ചപ്പാടും ഒന്നാവണം. അതിൽ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന കലയെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ അന്ന് സംസാരിച്ച് പിരിഞ്ഞു. അതിനുശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. അപ്പോഴത്തേക്ക് അദ്ദേഹം തിരക്കിൽ നിന്നും തിരക്കിലോട്ട് കുതിക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിക്കുക, ഏകദേശം 10-30 വർഷം ഡാൻസ് എന്ന് പറയുന്ന ഈ കലയെ സ്നേഹിക്കുകയും
ഒരുപാട് സ്റ്റേജുകളിൽ ഭരതനാട്യവും കേരള നടനവും ഒക്കെ അവതരിപ്പിക്കുകയും നൂറുകണക്കിന് കുട്ടികൾക്ക് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ പര്യാപ്തമായ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ഗുരു. പിന്നെ ഒരു 3-4 തവണ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അപ്പോഴെല്ലാം പറഞ്ഞത്, ശരവണേട്ടാ നമുക്ക് ചെയ്യാം, ഞാനിപ്പോൾ 1-2 സ്കൂൾ കലോത്സവത്തിലും മറ്റ് പ്രോഗ്രാമുകളിലുമൊക്കെ ഇൻവോൾവാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ, നമുക്ക് ചെയ്യാം. അങ്ങനെ സംസാരിച്ച് ഒരുപാട് നാൾ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ കൊച്ചു പ്രോജക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ആകർഷിത എന്നുള്ളൊരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി 2 വർഷക്കാലം അതിൻ്റെ പുറകിൽ നടന്ന ശേഷമാണ് ആ ആഗ്രഹം സബലീകൃതമായത്. നമ്മൾ ഒന്നിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഠിനപ്രയത്നം ചെയ്യേണ്ടി വരും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ലെങ്കിലും ഒരു കലാകാരൻ എങ്ങനെയാവണം, ഏത് തരത്തിലാവണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു കലാകാരൻ്റെ ജനനവും വളർച്ചയും. അന്ന് സംസാരിക്കുന്ന കാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ നൃത്ത പ്രകടനങ്ങൾ പുറം ലോകത്തെ കാണിക്കാനും അതിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമും കുട്ടികളുടെ പ്രോഗ്രാമും ഒക്കെ വലിയ തലത്തിൽ കേരളത്തിനകത്തും പുറത്തും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരുപാട് കലാകാരന്മാരിൽ ഒരു സൂര്യ തേജസ് പോലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സർവശ്രീ ഗുരു ഗോപിനാഥ് സാറാണ്. അദ്ദേഹവുമായി VJT ഹാളിൽ വെച്ച് കണ്ടതും സംസാരിച്ചതുമെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രകടനം, അദ്ദേഹത്തിൻ്റെ കലയോടുള്ള താല്പര്യം, അതാണ് ശരിക്കും ഈ ധമരു എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച മുഖ്യ ഘടകം. നാട്യശാസ്ത്രത്തിൻ്റെ പല കോണുകളും നമ്മൾ നോക്കുകയും പഠിക്കുകയും പലരുടെയും നൃത്തങ്ങൾ കാണുകയും ഒക്കെ ചെയ്തെങ്കിലും ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം തളിരിട്ടപ്പോൾ ഞാൻ കണ്ടത് സന്തോഷ് ഏജി എന്നുള്ള ഈ കലാകാരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഒരു സിവിൽ എഞ്ചിനീയറായ നിങ്ങൾ ഇതിൽ ഡാൻസിൽ ഇത്ര ഭ്രമവും ഡാൻസിൽ ഇത്ര താല്പര്യവും ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കല മഹത്തരമായ ഒന്നാണ്, അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സന്തോഷവും മാനസികമായ ഉല്ലാസവും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ നടൻ സ്കൂൾ നടത്തുമ്പോഴും ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾക്ക് A ഗ്രേഡും സമ്മാനങ്ങളുമൊക്കെ വാരിക്കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത്. ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലും മറ്റു ചില അമ്പലങ്ങളിലും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ സ്റ്റേജ് പ്രോഗ്രാം നടത്തിയപ്പോൾ ഞാൻ പോയി കാണുകയും അദ്ദേഹത്തെ പോലും അറിയിക്കാണ്ട് ഞാൻ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ കാലത്തിൻ്റെ തിരശീല നീക്കി ഡാൻസിൻ്റെ പല തലങ്ങളിലും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും എല്ലാ മേഖലകളിലും പഠിക്കാനും അവതരിപ്പിക്കാനും ഉള്ള ഒരു അപാരമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. ഇന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു കലാകാരന് വേണ്ട
ഉത്തമ ബോധ്യമുള്ള കാര്യം, താൻ ചെയ്യുന്നതിനേക്കാളിലും മികവുറ്റ രീതിയിൽ മറ്റൊരുപാട് പേർ കലാപ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ആത്മബോധം ഉണ്ടാവണം. കുറേയധികം കലാകാരന്മാരെ ഞാൻ ഈ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധമരു എന്നുള്ള ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിനായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ എല്ലാം പ്രധാന പ്രശ്നം സമയം തികയുന്നില്ല. അവരെ എല്ലാം അലട്ടുന്ന പ്രശ്നം സമയമാണ്. കണ്ടവരിൽ ആർക്കും ഒന്നിനെക്കുറിച്ചും ജ്ഞാനത്തോടെ അല്ലെങ്കിൽ ആധികാരികതയോടെ സംസാരിക്കാനും ശ്രമിക്കാനും മിക്കവർക്കും സമയമില്ല എന്നതാണ് അവർ പറയുന്ന ആപ്തവാക്യം. ഞാനും നിങ്ങളുമെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഓരോരുത്തർ ഓരോ മേഖലയിലാണ് വൈദഗ്ധ്യം കാണിക്കുന്നത്. ഈ സന്തോഷ് ഏജിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാമുകൾ നേരിൽ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കലയോടുള്ള താല്പര്യം, ഇന്നലെ കൂടി അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇങ്ങനെ ഞാനൊരു വിഷയം ചെയ്യുന്നു, നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറയുന്നത്, ചേട്ടാ തിരക്കിൽ നിന്നും തിരക്കിലോട്ട് ഓടുകയാണ്. അപ്പോൾ എനിക്കുണ്ടായ സംശയം, എവിടെ ചെന്ന് എത്താനാണ് ഈ തിരക്ക്? എന്ത് തരം തിരക്കാണ്? 24 മണിക്കൂർ എല്ലാവർക്കുമുണ്ട്. ഞാനും എൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാം ചെയ്ത ശേഷമാണ് വായനയും എഴുത്തും ഒക്കെയായി രാവും പകലും ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ച് പഠിക്കുകയും മനനം ചെയ്തുമൊക്കെ ഓരോരോ എപ്പിസോഡുകൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരോട് പറയും. എന്നിട്ടും എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ ഒന്നിന് ഇറങ്ങിത്തിരിച്ചാൽ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, കുട്ടികളുടെ പ്രോഗ്രാംസ് പലയിടത്തും നടത്തണം, അവരെയെല്ലാം ഉത്തരവാദിത്വത്തോടുകൂടി തിരികെ വീട്ടിൽ കൊണ്ടാക്കണം, അവരുടെ മറ്റു കാര്യങ്ങൾ അവരുടെ ഫാമിലിയോട് ഇതേ പറ്റിയിട്ടെല്ലാം പറയണം, രാവും പകലും ഇതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, താങ്കളും താങ്കളുടെ കലയും താങ്കളുടെ നൃത്തസംബന്ധമായ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോഴും ഇങ്ങനെയൊന്ന് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നൃത്തവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളുടെ കലയോടുള്ള താല്പര്യവും നിങ്ങളുടെ ആത്മാർത്ഥതയും എല്ലാം മറ്റുള്ളവർക്ക് വിലയിരുത്താനും ചിന്തിക്കാനുമൊക്കെയുള്ള സാഹചര്യമുണ്ടാകും. അപ്പോൾ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വ്യഗ്രതയ്ക്കിടയിൽ നാം സ്വയം ചിന്തിക്കുക, നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, നമുക്ക് കിട്ടുന്ന പ്രവർത്തികൾ എല്ലാത്തിൻ്റെ പിന്നിലും വളരെ കഠിനമായ പ്രയത്നങ്ങളുണ്ട്. ആ പ്രയത്നങ്ങളെയെല്ലാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷ് എന്നോട് പറഞ്ഞത് ഇതാണ്, ചേട്ടാ ഞാൻ എവിടെ ചെന്നെത്തും, എൻ്റെ കലാസബരിയ എത്രത്തോളം ഉയർച്ചയിലെത്തും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോകുന്ന പാതയിലൂടെ ഞാനിത് തുടരുന്നു. എവിടെ എങ്ങനെ അവസാനിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഈ വർഷമെങ്കിലും ഈ പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ അദ്ദേഹത്തെ ഞാനിവിടെ അവതരിപ്പിക്കാൻ കാരണം പാണ്ഡിത്യം കൊണ്ടും അറിവ് കൊണ്ടും അർപ്പണബോധം കൊണ്ടും ഉയർച്ചയിൽ നിന്നും ഉന്നതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വേറിട്ട രീതിയെ അവലംബിക്കുന്നു. കാലചക്രത്തിൻ്റെ കറങ്ങിത്തിരിച്ചിലിൽ
സന്തോഷ് ജി എന്ന ഒരു കലാകാരനും ഒരു സ്ഥാനമുണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ പെരുമാറ്റം, നമ്മുടെ ഉദ്ദേശശുദ്ധി എല്ലാം തരണം ചെയ്യുമ്പോഴും അദ്ദേഹം കലാവേദിയിൽ നിന്നും വേദിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ കീർത്തിയും കൂടുതൽ കൂടുതൽ അറിവും ഒക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കലാകാരൻ്റെ കഴിവുകളെ മറ്റുള്ളവരും തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.